എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലെ പുതിയ നിയമ പുസ്തകങ്ങളിൽ ഒന്നായിരിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്യുന്നു. അപ്പോസ്തലൻ സഭയെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലൻ എഴുതിയ ആ കാലഘട്ടത്തെ അന്ത്യകാലഘട്ടമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലൻ എഴുതിയ കാലഘട്ടം അന്ത്യകാലഘട്ടമാണ് എങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം അന്ത്യകാലഘട്ടത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമ്മളോട് എന്തെങ്കിലും അരുളപ്പാടുകൾ അരുളി ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തെങ്കിലും നമുക്കുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം പാലിക്കാതിരുന്നാൽ അതിൻ്റെ അനന്തരഫലം എന്താകും? ഇത് നമുക്ക് ആദ്യ മനുഷ്യനായ ആദത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം ആദത്തിന് ഒരു കൽപ്പന കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിലെയും ഫലം നിനക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിനി മരിക്കും. ഇതായിരുന്നു ദൈവം ആദത്തിന് കൊടുത്ത കൽപ്പന. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദം ഈ കൽപ്പന പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആദം ഈ കൽപ്പന പരാജയപ്പെടുന്ന മൂലം മനുഷ്യജാതി മുഴുവനും പാപത്തിനും മരണത്തിലും കീഴിലായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ നിരൂപണങ്ങളെല്ലാം എപ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടിട്ട് ദൈവം ഭൂമിയെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. മനുഷ്യജാതി മുഴുവൻ നശിപ്പിച്ചു കളയുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ നോഹ എന്ന മനുഷ്യൻ ദൈവത്തിന് കൃപ ലഭിക്കുകയും ദൈവം നോഹയും കുടുംബത്തെയും അവിടെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് നോഹയുടെ സന്തതി പരമ്പരകളിൽ നിന്നാണ് മനുഷ്യജാതി ഭൂമിയിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ദൈവം അബ്രഹാം എന്ന മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവുക. അങ്ങനെ തുടർന്ന് അബ്രഹാമിനോട് കുറേ അനുഗ്രഹങ്ങൾ ദൈവം പറയുന്നുണ്ട്. അതിൽ എല്ലാ മനുഷ്യജാതിയും ബാധിക്കുന്ന ഒരു അനുഗ്രഹമാണ്, നിന്നാൽ ഞാൻ സർവ്വജനത്തെയും സർവ്വജാതികളെയും നിന്നാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത്. അങ്ങനെ അബ്രഹാമിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അബ്രഹാമിന് ശേഷം അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസഹാക്കിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇസഹാക്കിന് ശേഷം ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. യാക്കോബിൻ്റെ മക്കളായിരിക്കുന്ന 12 ഗോത്രങ്ങളെ ദൈവം തിരഞ്ഞെടുക്കും. യാക്കോബിന് 12 മക്കളുണ്ടാകിയ 12 ഗോത്രങ്ങളെയും ദൈവം തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം ഒരുക്കിയെടുക്കുന്നത്. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അനേക പ്രവാചകന്മാർ എഴുന്നേറ്റിട്ട് ദൈവം ഈ മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് ദൈവിക കൂട്ടായ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യനെ ദൈവിക കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് അനേക പ്രവാചകന്മാരിലൂടെ അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. അതിലൊരു അരുളപ്പാടാണ് യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചിരിക്കുന്നു, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്ന്. ഈ പ്രവചനങ്ങളെല്ലാം തന്നെ നിറവേറി കാണുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷങ്ങളിൽ ഇതെല്ലാം ദൈവം നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മനുഷ്യനെ വീണ്ടെടുക്കുന്ന ആ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രവചനങ്ങളെല്ലാം പുതിയ നിയമത്തിൽ ദൈവം നിവൃത്തിയാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും എല്ലാം ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും മനുഷ്യന് വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവൻ കഷ്ടങ്ങൾ അനുഭവിച്ച് ക്രൂശിൽ മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് ദൈവം തൻ്റെ പുത്രനിലൂടെ പരിഹാരം വരുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. യേശുവിനെ കൈക്കൊള്ളുകയും അവനെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്യുന്നവന് ദൈവമക്കളെന്ന അധികാരം ലഭിക്കുമെന്ന് ആ വാക്യത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം
10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, യേശുവിനെ കർത്താവായി രക്ഷിതാവായി നാം അംഗീകരിക്കുന്നെങ്കിൽ, അവനെ ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം തരുമെന്ന് ദൈവം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലെ അയക്കുന്നതിന് മുമ്പായിട്ട് ദൈവം ഒരു പ്രവാചകനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതായിട്ട് കാണാം. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഒരു പ്രവാചകനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാം, യോനസ്നാപകൻ എന്ന പ്രവാചകനെ. അദ്ദേഹം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ മുഖ്യ വിഷയം മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതായിരുന്നു. യോനസ്നാപകൻ്റെ ഉപദേശത്തിലെ മുഖ്യ വിഷയം തന്നെ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് യോനസ്നാപകന് ശേഷം ദൈവത്തിൻ്റെ പുത്രൻ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഒരു മുന്നറിയിപ്പ് മനുഷ്യജാതിക്ക് കൊടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ദൈവം തൻ്റെ പുത്രനിലൂടെ അല്ലെങ്കിൽ മനുഷ്യജാതിക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വളരെ ഒരു ഉപദേശമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്. ദൈവത്തിങ്കിലേക്ക്, ദൈവിക കൽപ്പനകളിലേക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുക എന്നുള്ളതാണ് മാനസാന്തരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ പുത്രനായ കർത്താവിനെ, യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മാനസാന്തരമുള്ള ദൈവത്തിൻ്റെ വചനത്തിന് സ്വീകാര്യതയുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. അതിനാണ് യോനാസ്നാപനിലൂടെയും ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയും ദൈവം നമ്മളോട് മാനസാന്തരപ്പെടണമെന്ന് ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യന് ദൈവസഭകൾ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന ശുശ്രൂഷ. സ്നാനത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം കേൾക്കുന്ന ജനം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പത്രോസ് അപ്പോസ്തലനോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നവിടെ പഠിപ്പിക്കുന്നത് കാണാം. സ്നാനത്തെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് ദൈവത്തിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം എന്നുള്ളത് തന്നെ. ഇപ്പോൾ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട സത്യം ഇതാണ്, അവൻ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേറ്റിരിക്കുന്നത്. അങ്ങനെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന അവൻ്റെ പാവ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ഇനി നാം ജീവിക്കുന്നത് ദൈവം നമ്മളിൽ പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ പുതുശക്തിയിലായിരിക്കണം ജീവിക്കേണ്ടത്. ഈ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ഒന്ന് മനസ്സാന്തരപ്പെടുക, രണ്ടാമത്തേത് അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക, മൂന്നാമത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമേൽക്കുക. ഇതാകുന്നു ഈ കാലഘട്ടത്തിൽ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം, അരുളപ്പാട്. ഈ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ദൈവ മക്കളെന്ന പദവിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ എളിയ സന്ദേശം കേട്ട നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.